വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പലപ്പോഴും കൂദാശകളുടെ ഇമ്പോർട്ടൻസ് അത് പോയി ആ ഇമ്പോർട്ടൻസ് കളയുന്ന വിധത്തിലുള്ള ആഘോഷങ്ങളാണ് ഇന്ന് സംഭവിക്കുന്നത്. ആഘോഷങ്ങളിലെ ധൂർത്ത്, അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് നമുക്ക് ഓൺലൈനിലുള്ളത് ജോമിൻ ചേട്ടനും സ്റ്റെല്ല ചേച്ചിയാണ്. അവർ ബാംഗ്ലൂരിൽ നിന്നാണ്. ജോമിൻ ചേട്ടൻ IT മേഖലയിൽ ജോലി ചെയ്യുന്നു. സ്റ്റെല്ല ചേച്ചി ഹോം മേക്കറാണ്. ഇവർക്ക് 5 മക്കളാണുള്ളത്. വെൽക്കം ചേട്ടാ, വെൽക്കം ചേച്ചി. ചേട്ടാ, നിങ്ങളുടെ വീട്ടിലെ ആഘോഷങ്ങളൊക്കെ സാധാരണ ഏത് രീതിയിലുള്ളതാണ്? അതൊന്ന് ഷെയർ ചെയ്യാവോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ വീട്ടിലെ ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ ക്രമീകരിക്കുന്നത് ഒരു 5 കാര്യങ്ങളെ ആധാരമാക്കിയാണ്. ഒന്ന്, ദൈവമഹത്വത്തിനായിട്ട് ആണോ ഈ ആഘോഷം? രണ്ടാമത്തത്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഉതകുന്നതാണോ ഇത്? പിന്നെ നമ്മുടെ സ്വയം വിശുദ്ധീകരണത്തിന് പറ്റുന്നതാണോ ഇത്? പിന്നെ നാലാമതായിട്ട്, നമ്മുടെ വിശുദ്ധ ബൈബിളിൽ ഇതേക്കുറിച്ച് എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? അതിനോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിരുസഭ നമ്മളോട് ഇങ്ങനെയൊരു കാര്യം ചെയ്യാനായിട്ട് പറയുന്നത് എങ്ങനെയാണെന്നും കൂടെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും, പ്രത്യേകിച്ച് മാമോദീസ, വിശുദ്ധ കുർബാന സ്വീകരണം, അങ്ങനെ ഉള്ള ആഘോഷങ്ങളെല്ലാം ഞങ്ങൾ ഒരു നല്ലൊരു ഒരുക്കത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ ആഘോഷങ്ങളുടെയും ആ ഒരു ആഘോഷ ദിവസം മാത്രമല്ല, അതിന് മുമ്പ് തന്നെ ഒരു ഒരുക്കം തുടങ്ങി. നമ്മുടെ ഇപ്പോൾ ഒരു മാമോദിസയുടെ കാര്യം പറയുവാണെങ്കിൽ ഞങ്ങളുടെ പേരൻസ്, തലതൊടുന്നവർ, അതോടൊപ്പം വൈദികർ, പിന്നെ അതോടൊപ്പം വളരെ പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ള ഞങ്ങളുടെ മറ്റു കുട്ടികൾ, ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ച് കുമ്പസാരമൊക്കെ കഴിച്ച് ആണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഒരുങ്ങുന്നത്. അപ്പോൾ അതൊരു വലിയ ഒരുക്കം തന്നെയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ആഘോഷങ്ങളെ ക്രമീകരിക്കുന്നത്. പിന്നെ അടുത്തത്, ഇപ്പം നല്ല ഒരുക്കത്തോടു കൂടിയാണ് ഈ ഒരു ദിവസത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നത്. അതോടൊപ്പം 1 കൊരിന്ത്യർ 6:12 പൗലോസ് നമ്മളോട് പറഞ്ഞ പോലെ എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനം അനുസരിച്ചാണ് ഈ വിരുന്നുകളും സൽക്കാരങ്ങളും ഒക്കെ ഞങ്ങൾ ക്രമീകരിക്കുന്നത്. മിക്കവാറും സമയങ്ങളിൽ ആ ഒരു വിരുന്നുകൾ ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ കുടുംബത്തിലേക്കാളും കൂടുതൽ ഞങ്ങൾ പുറത്തു പോയി, പ്രത്യേകിച്ച് വല്ല ഓർഫനേജുകളിലോ അല്ലെങ്കിൽ അതുപോലെ ഓൾഡ് ഏജ് ഹോമുകളിലോ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ടാണ് ഞങ്ങൾ ഈ ആഘോഷങ്ങൾ നടത്താറുള്ളത്. അപ്പോൾ അതിനകത്ത് നിന്ന് ഞങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ ഒരു 5 കാര്യങ്ങളിലും ഒരു നമുക്കവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സ്നേഹം നമ്മളുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും, അത് കുഞ്ഞുങ്ങൾ കണ്ട് പഠിച്ച് ആ ഒരു ഷെയറിങ്ങിലേക്കും വരാനും, ആഘോഷം എന്നുള്ളത് നമ്മുടെ മാത്രമല്ല, അത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്നും ഒരു ചിന്തയിലേക്ക് വരികയും അങ്ങനെ ഞങ്ങളുടെ ആഘോഷങ്ങൾ വീട്ടിലെ ക്രമീകരിക്കുന്നുണ്ട്. ചേട്ടാ, ചേച്ചി, ഇങ്ങനെ വേറിട്ടും വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളിങ്ങനെ ആഘോഷങ്ങൾ ലളിതമായൊക്കെ നിങ്ങൾ ആഘോഷിക്കുമ്പോഴൊക്കെ സമൂഹത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടാവും അല്ലേ? അതിനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്, അല്ലെങ്കിൽ അതിനോടൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊന്ന് പങ്കുവയ്ക്കാമോ? ഇങ്ങനെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളും ഉണ്ടാകാറുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഉണ്ടാകാറുണ്ട്. പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ, പിന്നെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞ് ഞങ്ങൾ അവനെ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് ചെന്ന സമയത്ത് അവരൊരു നോൺ ക്രിസ്ത്യനാണ്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തത്, ആഘോഷമായിരുന്നു? അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളൊരു ഓർഫനേജിൽ പോയി അവരുടെ കൂടെയാണ് ബർത്ത്ഡേ ആഘോഷിച്ചത്. അതൊക്കെ പറഞ്ഞ് അവർ കേട്ടു. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവരുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, സെക്കൻഡ് ബർത്ത്ഡേയുടെ സമയം. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, എനിക്കും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി അവർക്ക് വേണ്ടി ഒരു നേരം ഭക്ഷണം കൊടുക്കണം, അവരോടെ ആഘോഷിക്കണം. അപ്പോൾ അങ്ങനെ പലരെയും ഇൻസ്പയർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ ആഘോഷങ്ങൾക്ക് പോകുമ്പോൾ ഓർഫനേജസിലോ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് പോകുന്നതെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ അവരുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാറുണ്ട്. അപ്പോൾ ആ വരുന്ന കുട്ടികൾക്ക് അതൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു മെമ്മറബിൾ ഡേ ആയിട്ട് അവരവരുടെ പേരൻസിൻ്റെ അടുത്ത് ചെന്ന് ഒത്തിരി സന്തോഷത്തോടെ അവിടെ നടന്ന സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്ന ആഘോഷങ്ങൾ അവർക്ക് എത്രമാത്രം സന്തോഷകരമായിരുന്നു എന്നും അവരവരുടെ പേരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു അവസരവും സാഹചര്യം വരുമ്പോഴും അവരും ഇതേ രീതി ഫോളോ ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്.
പിന്നെ ബർത്ത്ഡേയ്സൊക്കെ ഞങ്ങൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ മെയിൻ പിന്നെ അതിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക്. ഇപ്പം മുതിർന്നവരാണെങ്കിൽ ഞങ്ങൾ അന്നത്തെ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകും. അതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉണ്ടാകുകയും അവരും അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ആ പ്രതികരണങ്ങളൊക്കെ ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കാറ്. തിരിച്ച് അതൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും അവർക്ക് വേണ്ടി പിന്നെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങളിത് കണക്കാക്കിയിട്ടുള്ളത്. ഓക്കെ. ഇതിനോടൊപ്പം മക്കൾക്ക് ഈ ഒരു രീതിയിലുള്ള ആഘോഷത്തിനോട് മക്കളുടെ റിയാക്ഷൻ എന്താ? കാരണം അവരുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അവർ ചുറ്റും കാണുന്ന ആഘോഷത്തിൻ്റെ രീതികളും നിങ്ങൾ എടുക്കുന്ന ഈ ഒരു സ്റ്റാൻഡും അതിൽ മക്കളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ആഘോഷങ്ങളെ ഇങ്ങനെ നടത്തുന്നതിനോട് കുഞ്ഞുങ്ങൾക്ക് യോജിപ്പാണുള്ളത്. എന്നാലും ആദ്യമൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് അവർക്ക് തിരിച്ചറിവാകുന്നതിന് മുന്നേ അവർ ചോദിക്കുമായിരുന്നു, പിന്നെ എനിക്കും എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിൽ വിളിച്ച് കേക്ക് കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ. അതാകുമ്പോൾ എനിക്കും കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ ഒരു ചിന്തയൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് പോയി പല സ്ഥലങ്ങളിലാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ആ ചെല്ലുന്ന സ്ഥലത്ത് അവിടെയുള്ളവർക്ക്, ഇപ്പോൾ ഓൾഡ് ഏജ് ഹോം ആണെങ്കിൽ അവിടെയുള്ള പ്രായമായവർക്ക്, പിന്നെ ഓർഫനേജസ് ആണെങ്കിൽ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക്, ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം വിളമ്പി കൊടുപ്പിക്കും. അവർ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ഫൈനലി അവരുടെ കൂടെ അവരിൽ ഒരാളെ പോലെ ഇരുന്നായിട്ടാണ് ഞങ്ങൾ ഫാമിലിയിലുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവരുടെ ആ സന്തോഷവും അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അവർക്ക് പിന്നെ മറ്റൊരു ചിന്തയില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ പിന്നെ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റിനെ കുറിച്ചോ ഒരു ചിന്തയൊന്നും ഇല്ലാതെ അടുത്ത പ്രാവശ്യം ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോകണം, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കണം, അങ്ങനെ ഒരു ചിന്തയിലോട്ട് കുഞ്ഞുങ്ങൾ ഗ്രാജ്വലി വളർന്നു വരുന്നതാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവരുടെ ഫ്രണ്ട്സിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മൂത്ത കുട്ടികളൊക്കെ പറയാറുണ്ട്, ഇവരിങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പം അവരുടെ ഫ്രണ്ട്സും പോയി ഇങ്ങനെ അവരുടെ ബർത്ത്ഡേക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ആഘോഷങ്ങൾക്കും ഇപ്പോൾ കമ്മ്യൂണിയനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവരും ഇതേപോലെ ചെയ്യുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടെ ആകുമ്പോഴത്തേക്കും ഇവർക്കതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. ഞങ്ങളുടെ ചെറിയൊരു ഇത് കൊണ്ട് മറ്റുള്ളവർക്കും അങ്ങനെയൊക്കെ ഒരു ഫോളോ ചെയ്യാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം കുഞ്ഞുങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ ഒത്തിരി വിരുന്നിലൊക്കെ പങ്കെടുത്ത ഒരാളായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന ഒരു ഘടകം, ഒരു സ്ഥലവും, ഈശോ ശിമയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിലിരുന്നപ്പോൾ ശിമയോൻ എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്തു. അപ്പോൾ പാപിനിയായ സ്ത്രീ വന്ന് ഈശോയുടെ കാല് കഴുകി. അപ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ, ശിമയോനെ നീ എല്ലാം എനിക്ക് ക്രമീകരിച്ചു തന്നു, പക്ഷേ എന്തോ ഒരു കാര്യം കുറവുണ്ടായിരുന്നു അവിടെ. അതാണ് ആ പാപിനിയായ സ്ത്രീ കൊടുത്തത്. അത് സ്നേഹമായിരുന്നു. ആ സ്നേഹമാണ് ഈശോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം ഞങ്ങളുടെ വിരുന്നുകളിലും സ്നേഹം, അതും ശുദ്ധമായ സ്നേഹം എല്ലാവർക്കും പകർന്നു കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അതാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ശരിക്കും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവരവരുടെ ആഘോഷങ്ങൾ ചെയ്യുന്നതും എടുക്കുന്നതും ഒക്കെ അവർ പങ്കുവെക്കാനിടയായി. ശരിക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു നിങ്ങളുടെ ഈ ഒരു ഷെയറിങ്, ഈ ഒരു എക്സ്പീരിയൻസ് എല്ലാം. താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു ചേച്ചി. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് ടോജിൻ ചേട്ടൻ അവിടെ ഒരു ഗസ്റ്റിനെ റെഡിയാക്കിയിട്ടുണ്ട്. ടോജിൻ ചേട്ടാ കേൾക്കാമോ? യെസ് ചേട്ടാ, പറഞ്ഞോളൂ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുനിലങ്കളാണ്. സുനിൽ ഏലിയാസ്, 6 മക്കളുണ്ട്, ഒരു അധ്യാപകനാണ്. ഓക്കെ, വൈഫ് ബിജി ചേച്ചി. സുനിലങ്കിൾ നമ്മുടെ ഏഞ്ചൽസ് ആർമി മിനിസ്ട്രി ആയിട്ട് വളരെ തീക്ഷ്ണതയോടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്തായാലും വിശുദ്ധവേദിയിലേക്ക് സ്വാഗതം. അപ്പോൾ സുനിലങ്ങളെ, ഞാൻ നേരെ ചോദ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം തന്നെ മനസ്സിലായല്ലോ, ആഘോഷങ്ങളുടെ ധൂർത്ത്. അത് പ്രധാനമായിട്ട് നമുക്കിപ്പോൾ മനസ്സിലാകുന്ന കോവിഡ് തുടങ്ങിയതിന് ശേഷമുള്ളതാണ്. ഒന്ന് കോവിഡിന് മുമ്പുള്ള ആഘോഷങ്ങൾ, പിന്നെ ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് നടക്കുന്ന ആഘോഷങ്ങൾ, ഇനി കോവിഡിന് ശേഷം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അത് ചിലപ്പോൾ തിരിച്ചു പോകാം, അല്ലെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ആകാം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത്, കോവിഡ് സമയത്ത് ആഘോഷങ്ങൾ വളരെ മിക്കതും തന്നെ ലളിതമാണ്, ആൾക്കാർ കുറവാണ്, ടെൻഷൻ കുറവാണ്. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ആഘോഷങ്ങളൊക്കെ, കോവിഡിന് മുമ്പുള്ള ആഘോഷങ്ങളൊക്കെ ഒരുപാട് ധൂർത്തായിരുന്നു. എന്താണ് സുനിലായിട്ട് പറയാനുള്ളത്? ഈ ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരവുണ്ട്. നമുക്കറിയാം, ഈ നാളുകളിൽ ചെറിയ കാര്യം പോലും ആഘോഷിക്കാനൊരു മൂഡ്, ഒരു
ഒരു ട്രെൻഡ് സമൂഹത്തിലാകമാനമുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ കോവിഡ് കാലഘട്ടത്തിൽ കുറേയധികം റെസ്ട്രിക്ഷൻസ് വന്നു. അപ്പോൾ നമുക്ക് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഏറെ കാര്യങ്ങളും സിംപ്ലിഫൈ ചെയ്യേണ്ട ഒരു നിർബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കറിയാം, നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ ഈ ആഘോഷങ്ങൾ എങ്ങനെയാണ് ആർഭാടമാകുന്നത്, അതിൻ്റെ അതിർവരമ്പ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ പറയാൻ അല്പം ബുദ്ധിമുട്ടാണ്. എങ്കിലും നമുക്കറിയാം ചിലതെല്ലാം കാണുമ്പോൾ ഇത്രയും വേണമായിരുന്നോ, കുറച്ചുകൂടെ സിമ്പിളാക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയർന്നില്ലേ? ഈ ആർഭാടങ്ങൾ ഓരോ കുടുംബത്തിൻ്റെയും വ്യക്തികളുടെയൊക്കെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങളാകാം. എങ്കിലും ഉദാഹരണമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് മനസ്സിൽ ഓർക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി. അദ്ദേഹം ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ആളാണ്. അപ്പോൾ ഒരു കല്യാണത്തിന്, ക്രിസ്ത്യൻ കല്യാണത്തിനാണ്, നമ്മൾ പറയുന്നത് ക്രിസ്ത്യൻ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. അപ്പം കല്യാണത്തിന് അതിൻ്റെ ഡെക്കറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പം ഈ പയ്യൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പയ്യൻ പറയുകയാണ്, ഈ പയ്യൻ നിൽക്കുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, അത് AC ഹോളാണ്. അപ്പോൾ പയ്യൻ്റെ ഒരു അഭിപ്രായം, ആ AC ഹാളിൽ ആ സ്റ്റേജിൻ്റെ അവിടെ ഒരു സെപ്പറേറ്റ് AC കൂടെ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ചോദിച്ചു, അല്ല അത് സാറേ, അത് ഹോൾ ഓൾറെഡി AC ആണല്ലോ. അല്ല, നമുക്ക് എന്നാലും കുറച്ചുകൂടെ ഒരു ഈ വേദിക്ക് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് AC വേണം. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേ തന്നെ നമ്മുടെ മനസ്സിലൊരു എന്താ ഈ കാണെങ്കിൽ ഇത്രയും വേണമായിരുന്നോ അങ്ങനെ ചിന്തിക്കാറില്ലേ? അതല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, സാരി ഒരു 50,000 രൂപയുടെ സാരി ക്ലോത്ത് എടുത്തിട്ട് അത് വർക്ക് ചെയ്താണ്, ഞാൻ വർക്ക് കൂടെ ചെയ്തിട്ടാണ് വിവാഹത്തിന് പോകുന്നതെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന എന്താണ്? ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആഘോഷങ്ങൾ ഒരു പരിധി വിട്ട് പതുക്കെ അതിൻ്റെ ലെവൽ കൂടിക്കൂടി വരികയാണ്. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഇത് എവിടെ പോയി നിൽക്കും? അങ്ങനെ നമ്മുടെ പരിധി വിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സഡൻ ബ്രേക്ക് പോലെ നമ്മുടെ ഒരു കോവിഡ് മഹാമാരി വന്ന് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും ഒരു സിമ്പിൾ ലൈഫിലോട്ട് അല്ലെങ്കിൽ സിമ്പിൾ സെലിബ്രേഷൻസിലോട്ട് വരാൻ നിർബന്ധിതരായി മാറിയത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ആഘോഷങ്ങൾ ഒരു പരിധി വിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, നമുക്കറിയാം ഇപ്പം മാമോദിസയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെ അല്ലെങ്കിൽ അധികം നാൾ കഴിയുമ്പോഴേ കുറച്ച് നാൾ കഴിയുമ്പോഴേ തന്നെ നമുക്കറിയാം മാമോദിസയൊക്കെ നടത്തണം എന്നുള്ളത്. പക്ഷേ ഇപ്പം പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ എന്താ പറയുക, അതിങ്ങനെ ആഘോഷം എല്ലാവരും വരട്ടെ ഒരുമിച്ച് എന്നിട്ട് കുറച്ച് പിന്നെ നടത്താം എന്നൊക്കെ പറഞ്ഞ് നീണ്ടു പോകാറൊക്കെ ഉണ്ട്. ഇപ്പം മാമോദിസ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റ് കൂതാശകളുടെ ആഘോഷങ്ങളുടെ ഒക്കെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫോക്കസ് മാറിപ്പോകുന്നുണ്ടോ? എന്താണ് സുനിലങ്കലിന് തോന്നുന്നത്? ശരിക്കും ഇതൊരു വളരെ റെലവൻറ്റ് ചോദ്യമാണ്. ആഘോഷങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടെങ്കിലാണ് അത് മീനിങ് ഫുൾ ആക്കാൻ പറ്റുന്നത്. നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ ആഘോഷങ്ങളുടെ ഉദ്ദേശം എന്താണ്? അപ്പം നമ്മൾ ഏത് ഫംഗ്ഷൻ എടുത്താലും ഫംഗ്ഷൻ വളരെ ചെറിയതായിട്ട് നമുക്ക് നടത്താം, കുറച്ചുകൂടെ ആഘോഷമായിട്ട് നടത്താം. കുറച്ച് വിശാലമാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കുറച്ചും കൂടെ ആൾക്കാർ പങ്കെടുപ്പിക്കുക, കുറച്ചധികം പേര് ഒന്നിച്ച് വരിക, ഇൻറ്ററാക്ഷൻസ് ഉണ്ടാവുക, അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഒരു ഔട്ട്പുട്ട് എന്താണ്? നമ്മുടെ ബന്ധങ്ങളെ കുറച്ചുകൂടി ഊഷ്മളമാക്കുക, പരസ്പരമുള്ള ഹൃദയ ഐക്യം വർദ്ധിപ്പിക്കുക, സഹോദരങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ ആ ഒരു സന്തോഷത്തിലായിരിക്കുക. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആഘോഷങ്ങൾക്ക് ഉദ്ദേശത്തിനനുസരിച്ചാണ് നമ്മുടെ ഒരു പ്രവർത്തനങ്ങളെല്ലാം വരുന്നത്. ഇതിൻ്റെ ഉദ്ദേശം, മർമ്മം ഈ കോർഡിനേറ്റ് ചെയ്യുന്ന, ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണ്? നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കും, ഇത് നമ്മുടെ ഈ ആഘോഷത്തിന് ആവശ്യമാണോ? ഈ ഉദ്ദേശം ഇതുകൊണ്ട് എന്താണ് ഗുണമുണ്ടാകുന്നത്? അതോ ഇത് വെറുതെ നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഉദ്ദേശം എന്താണ്? നമ്മൾ ഒത്തിരി ഒരു വലിയ ആളാണെന്ന് ആൾക്കാരുടെ മുമ്പിലൊന്ന് എടുത്തു പറയാനും 10 പേരുടെ മുമ്പിൽ വലിയ ആളാകാനും വേണ്ടി ചെയ്യുന്ന ചില കർമ്മങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മർമ്മം വിട്ടുപോകുന്ന എപ്പോഴാണ്? എന്തിനു വേണ്ടിയാണ് ഈ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന ഉദ്ദേശം നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് ആഘോഷങ്ങൾ ആർഭാടമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഫംഗ്ഷൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും അത് മീനിങ് ഫുള്ളായിട്ട് പ്ലാൻ ചെയ്യാനും സംഘടിപ്പിക്കാനും ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് വിവാഹമാകട്ടെ, ആദ്യ കുർബാനയാകട്ടെ, മാമോദിസ ആകട്ടെ, ഏത് ക്രിസ്ത്യൻ ഫംഗ്ഷൻ ആണെങ്കിലും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ നമ്മുടെ ഒരു വിശ്വാസ തലത്തിൽ നിന്നുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം നമ്മളിതെല്ലാം പ്ലാൻ ചെയ്യാമെന്ന് മറന്നു പോകരുത്.
അതുകൊണ്ട് ദൈവത്തിന് ഹിതകരമല്ലാത്ത രീതിയിലോട്ട് നമ്മുടെ ആഘോഷങ്ങൾ പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ആഘോഷങ്ങളുടെ ഒരു ഉദ്ദേശം, അതിൻ്റെ കൃത്യമായിട്ടൊരു മർമ്മം, എന്തിനു വേണ്ടിയാണെന്നുള്ള ആ ഒരു മീനിങ് ഫുൾ ആക്കണം എന്നുള്ള ആഗ്രഹം, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്യുമ്പോഴാണ് ആഘോഷങ്ങൾ മീനിങ് ഫുള്ളായിട്ട് മാറാൻ പറ്റുന്നത്. ഓക്കെ അങ്കിളെ, നമുക്കിപ്പം വേറൊരു കാര്യം, അതായത് ഇപ്പം കല്യാണങ്ങൾ അല്ലെങ്കിൽ ഓരോ ആഘോഷങ്ങളൊക്കെ ഒത്തിരി ആർഭാടമായിട്ടാണ് നടത്തുന്നതൊക്കെ. ഇപ്പം അതായത് ഒരു ട്രെൻഡ് പോലെയൊക്കെ വേറൊരു വ്യക്തി എങ്ങനെ നടത്തി, അപ്പോൾ അതുപോലെ ഞാനും നടത്തണം. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റൊക്കെ ഈ ആഘോഷമായിട്ട് നടത്തുക എന്ന് പറയുന്നൊരു ട്രെൻഡ്, അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എങ്ങനെ പറ്റും? ഒഴുക്കിനെതിരെ നീന്താനൊക്കെ നമുക്ക് എങ്ങനെ പറ്റും? ഒന്ന് പങ്കുവെക്കാവോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ട്രെൻഡ് മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഒരു സോഷ്യൽ സെറ്റപ്പ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ അത് കാരണം ഇത്രയേ ഉള്ളൂ, സോഷ്യൽ പ്രഷർ ഉണ്ടാവും. സോഷ്യൽ പ്രഷർ നിൽക്കുന്നത് കൊണ്ട് തന്നെ മാറി നടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ ഈ ആർഭാടം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതൊരു സോഷ്യൽ ഈവിളാണ്, സാമൂഹ്യ തിന്മയാണ്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമില്ലായിരുന്നു, ഷെയറിങ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ ആർഭാടം എന്ന് പറയുമ്പോൾ അവിടെ ഒരു എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ പൈസ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചിലവാക്കും എന്ന് പറയുന്നത് ഒരുതരം നമുക്കൊരു അഹങ്കാര ചിന്തയാണല്ലേ. അപ്പം നമ്മുടെ പൈസ അല്ല, ദൈവത്തിൻ്റെ ദാനമാണല്ലോ സമ്പത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ആർഭാടം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മറ്റാർക്കൊക്കെയോ വേണ്ടി ചിലവഴിക്കേണ്ടിയിരുന്ന എമൗണ്ടാണ് നമ്മൾ വക മാറ്റി ചിലവഴിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതെങ്ങനെ മാറി നടക്കാമെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്കൊരു ബലം വേണം. നമുക്ക് സൊസൈറ്റി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്നോ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഉള്ളിൽ ആത്മീയമായിട്ടൊരു ബലമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് തരുന്നൊരു ബലമുണ്ടെങ്കിൽ ഈ സോഷ്യൽ പ്രഷറിനെ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ പറ്റും. ഒരു ഒഴുക്ക് മുമ്പോട്ട് നീങ്ങുമ്പോൾ എതിരെ നീന്തണമെങ്കിൽ നമുക്ക് ഇച്ചിരിയുടെ എക്സ്ട്രാ ഒരു ബലം വേണം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉറപ്പായിട്ട് നമ്മളെ സഹായിക്കും. കാരണം ആർഭാടം ഒരിക്കലും ദൈവികമായ കാര്യമല്ല. ലളിതമായിട്ട് മീനിങ് ഫുള്ളായിട്ട് ചടങ്ങുകൾ നടത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഓരോ ഫംഗ്ഷൻ പ്ലാൻ ചെയ്യുമ്പോഴും ദൈവത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, പ്രാർത്ഥനാപൂർവ്വം ചെയ്യുകയാണെങ്കിൽ അതിനാവശ്യമായ ബലം ഉറപ്പായിട്ടും ദൈവം തരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങളുടെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിന് ശേഷമുള്ള 1 മാസം കഴിയുമ്പോൾ ഒരു കുർബാനയുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ ഈ സാധാരണ ഇപ്പോൾ ട്രെൻഡ് വന്നതനുസരിച്ചാണ് ലാവിഷായിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. വലിയൊരു സമൂഹത്തെ വിളിച്ച് അവർക്ക് വലിയ രീതിയിൽ ഭക്ഷണം കൊടുക്കുകയാണ്, നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു, ആ ഉച്ച സമയത്തുള്ള കുർബാന മാറ്റിയിട്ട് നമുക്ക് വൈകുന്നേരത്തെ കുർബാന മാറ്റി ഒരു ചെറിയ സ്നാക്സ് കൊടുത്തിട്ട് ഈ ഫംഗ്ഷന് വരാമായിരുന്ന ആ ഒരു എമൗണ്ട് കുറേയധികം അത്യാവശ്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് നൽകുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പലരും ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഇത്രയും മക്കളുള്ള കുടുംബമല്ലേ, ഈ അമ്മയുടെ പേരിൽ ഒരു നല്ല ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് എന്തേ പറ്റിയില്ല? അങ്ങനെ കമൻസുകൾ വന്നു. പക്ഷെ നമുക്കറിയാം, നമ്മളിത് ചെയ്തത് ദൈവത്തിൻ്റെ ഒരു ബലം കൊണ്ടാണ് നമ്മൾ ചെയ്തത്. മാത്രവുമല്ല, ഇങ്ങനെ കുറച്ച് പേര് ആ സിസ്റ്റത്തെ ഒന്ന് മാറി നടക്കുമ്പോഴാണ് അനേകർക്ക് ഈ സിസ്റ്റത്തെ മാറി നടക്കാനുള്ള പ്രേരണ ഉണ്ടാകുകയും അങ്ങനെ അതൊരു മൂവ്മെൻ്റായിട്ട് മാറുകയും ചെയ്തത്. ഇങ്ങനെയാണ് ട്രെൻഡ് മാറുന്നത്. അതുകൊണ്ട് ഏത് ഫംഗ്ഷൻ ആണെങ്കിലും ലോകം പോകുന്നത് പോലെ, സമൂഹം പോകുന്നത് പോലെ പോകുക എന്നതിനപ്പുറത്ത് ദൈവത്തോട് ചേർന്ന് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 2 ഗുണമുണ്ട്. ലളിതമായിട്ടും മീനിങ് ഫുള്ളായിട്ടും ചടങ്ങ് നടക്കും, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ നടക്കും, ഒപ്പം അനേകർക്കത് മാതൃകയാകത്തക്കവണ്ണം സ്വർഗം സന്തോഷിക്കുന്ന ചടങ്ങുകളായി മാറുകയും ചെയ്യും. അപ്പോൾ വളരെ നന്ദി സുനേട്ട, താങ്ക് യു വെരി മച്ച്. നമുക്ക് മനു എൽറയിലേക്ക് തന്നെ തിരിച്ചു പോകാം. താങ്ക് യു. ഇനി ഫിലിപ്പൈൻസിൽ നിന്ന് നമ്മുടെ ജെർണച്ചന് ഇതിനെക്കുറിച്ച് പറയാനുള്ള എന്താണെന്ന് നമുക്ക് കേൾക്കാം. സോ ഓവർ ടു യു ജെർണച്ച. അച്ഛാ കേൾക്കാമോ? കേൾക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ ഹോട്ട് ടോപ്പിക്കാണ് ആഘോഷങ്ങളുടെ ധൂർത്ത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം. പ്രിയപ്പെട്ട ഒരു ആദ്യ വാചകം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ആഘോഷങ്ങളിലേക്ക് ആർഭാടവും ധൂർത്തും കൊണ്ടുവരിക എന്നുള്ളത് സാത്താനൊരു ഓൾഡ് സ്കീമാണ്, ഓൾഡ് ട്രിക്കാണ്. നമ്മൾ വർഷാവർഷങ്ങളായിട്ട് അതിലേക്ക് വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം.
കാര്യം എന്താ, ഈ ആഘോഷങ്ങളിലേക്ക് നമ്മുടെ ആഘോഷങ്ങൾ എപ്പോഴും കൂതാശകൾ ചുറ്റിപ്പറ്റിയാണല്ലോ. പ്രത്യേകിച്ച് വിവാഹമാണേലും ആദ്യ കുർബാനയാണേലും എന്ത് ആഘോഷങ്ങളാണ്, നമ്മുടെ ആഘോഷങ്ങളെല്ലാം കൂതാശകൾ ചുറ്റിപ്പറ്റിയാണ് എപ്പോഴും. ആ കൂതാശകളുടെ ചുറ്റിപ്പറ്റിയുള്ള ആഘോഷങ്ങളിലേക്ക് ആർഭാടങ്ങളും ദൂർത്തും കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ കൂതാശകളുടെ അറ്റൻഷൻ പോവുകയും മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോവുകയും സ്വാഭാവികമായിട്ട് സാത്താന് കയറി കളിക്കാനുള്ള വലിയ സാധ്യത നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവേ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട്, കല്യാണമുള്ള ഏറ്റവും കൂടുതൽ ആഘോഷം വരാൻ സാധ്യതയുള്ള ഇടം, കല്യാണമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കല്യാണത്തിൻ്റെ ആ തലേദിവസമൊക്കെ ആ ദിവസങ്ങളിലേക്ക് മധുരം വെപ്പ് എന്നൊക്കെ പറഞ്ഞ മനോഹരമായ കലാപരിപാടികളുണ്ടല്ലോ. വളരെ മീനിങ് കൾച്ചറലി വളരെ എൻറിച്ചിങ് ആയ കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഡാൻസും പാട്ടും ആഘോഷങ്ങളും ലേറ്റ് നൈറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി എഴുന്നേറ്റ് വീണ്ടും മുഖത്ത് പെയിൻ്റ് അടിക്കാനും കോസ്റ്റ്യൂംസ് ഇടാനൊക്കെ പോയി പള്ളിയിലൊക്കെ വരുമ്പോൾ അവിഞ്ഞ് കുത്തിയാണ് പള്ളി വരുന്നത്. പള്ളിയിലൊക്കെ ഒന്ന് ഉറക്കപ്പിച്ചോടെ കുർബാനയിൽ പങ്കെടുത്ത് ക്ഷീണിച്ച് അവശയായി അതിനുശേഷമുള്ള റിസപ്ഷനെ പറ്റിയുള്ള ആവലാതികളൊക്കെയാണ്. ആലോചിച്ച് നോക്കിക്കേ, കല്യാണം കഴിഞ്ഞ് എന്തൊക്കെ കലാപരിപാടികളാണ് ബന്ധമുള്ളത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഡാൻസ്, ഇപ്പോൾ ഡാൻസ് ഒന്നും ഇല്ലാത്ത കല്യാണം പറ്റത്തില്ലല്ലോ. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ഡാൻസ് ചെയ്യാനും അഭിനയിക്കാനും പറ്റാത്ത ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ടു പോകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഇതൊന്നും അറിയാൻ പറ്റില്ല, വേഗം പഠിച്ചോട്ടോ. കല്യാണ മാർക്കറ്റിൽ തീരെ ഡിമാൻഡിലായി പോകും. നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞാൽ കുർബാനയ്ക്കൊക്കെ തളർന്ന് കുത്തിയല്ലേ ഇരിക്കുന്നത്, ഒട്ടും ഗ്രേസ്ഫുൾ അല്ലാത്ത രീതിയിൽ. ഈവൻ ആദ്യ കുർബാന ചേർന്ന് വന്ന കുഞ്ഞുങ്ങൾ പോലും പലപ്പോഴൊക്കെ ക്ഷീണിച്ച് അവസരമായിട്ടുണ്ട്. കാരണം രാവിലെ മുഴുവൻ കൊണ്ട് മേക്കപ്പ് ഇടാനൊക്കെ കൊണ്ട് ഏർലി മോർണിംഗ് എഴുന്നേപ്പിച്ചുകൊണ്ട് പോയിട്ട് പള്ളി വന്ന് അളിഞ്ഞു കുത്തി അവസാനം തലകറങ്ങി വീഴുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആർഭാടങ്ങളും ധൂർത്തുകളും എവിടെ വരുന്നോ അവിടെയൊക്കെ സാത്താൻ നമ്മളെ മറ്റ് പല തെറ്റുകളിലേക്കും കൂട്ടിക്കൊണ്ടുപോകും. പള്ളിയിലൊക്കെ നിൽക്കുമ്പോൾ പോലും നമുക്ക് വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ആദ്യം ആവലാതിയൊക്കെ അല്ലേ, പിന്നെ അങ്ങനെ നമുക്ക് കുർബാന ശ്രദ്ധിക്കാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് പാർട്ട്. എങ്ങനെയൊക്കെ കളറാക്കാം, ആഘോഷമാക്കാം, ആർഭാടമാക്കാം എന്ന് റിസർച്ച് ചിന്തിക്കുന്ന കാലമായത്. ഒരു വെറൈറ്റി ഇല്ലെങ്കിൽ അതിൽ തന്നെ ഒരു കളറില്ല, ഒരു ശരിയായില്ല എന്നൊരു ചിന്തയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കല്യാണം അല്ലെങ്കിൽ ഇതുപോലത്തെ ആഘോഷങ്ങൾ ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദൂർത്ത് വരുന്നത് ഒന്ന് നമ്മുടെ ഭക്ഷണത്തിനൊക്കെ ദൂർത്താണ്. പണ്ടൊക്കെ ഏറ്റവും വലിയ ആർഭാടം എന്തായിരുന്നു, ഒരു ലക്ഷറി എന്നൊക്കെ പറയുന്നത് കല്യാണ സദ്യയുടെ അവസാനം ഐസ്ക്രീം കൊടുക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ ഒരു കാർഡിൽ 2 കാരാമിൽക്കിൻ്റെ ചോക്ലേറ്റ് സ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരുന്നു. അതൊക്കെ തന്നെ ഭയങ്കര ആർഭാടമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ കാര്യത്തൊക്കെ എങ്ങനെ എത്ര സ്റ്റോളുകളിലായിട്ടാണ്, എത്ര ഡിഫറെൻറ്റ് ഡിഷസ് ആണ്, കസീൻസ് ആണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഈവൻ തട്ടുകട പോലുള്ള എത്ര ആർഭാടങ്ങളാണ് നമ്മുടെ, ഇത്രയും ലക്ഷങ്ങളാണ് നമ്മൾ പൊടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രയൊക്കെ വേണോ? 2 വസ്ത്രത്തിന് ദൂരത്ത് നമ്മൾ ഒറ്റ ദിവസം ഇടാൻ വേണ്ടി തന്നെ വാങ്ങിക്കുന്ന വസ്ത്രത്തിന് വില എന്താണ്? പിന്നീട് അത് ഒരിക്കൽ പോലും ഉപയോഗിക്കുന്ന പോലുള്ളതാണ് വാസ്തവം. ഞാനെപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്, ഒരു കോട്ടൊക്കെ ഇട്ടില്ലെങ്കിൽ ആണിന് കല്യാണം വരത്തില്ലേ? നമ്മുടെ ഈ കൾച്ചറിൽ എവിടെ നിന്നാണ് ഈ കോട്ട് കിടന്നു വന്നത്? വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ഫ്ലവർ ഗേൾസ് ഇല്ലെങ്കിൽ കല്യാണം വരത്തില്ലല്ലോ. ഈ അടുത്ത കാലത്ത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അവർ പറയുകയാണ്, എന്താ വെച്ചാൽ പൈസ ഇല്ല, കടമെടുത്താണ് ഫ്ലവർ ഗേൾസ്. എല്ലാവർക്കും ഒരേപോലെ ഡ്രസ്സ് മേടിച്ച് കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ ഒരു സ്റ്റാറ്റസിൻ്റെ ഭാഗമായി പോയില്ലെന്ന്. എന്ത് സ്റ്റാറ്റസ്? ഇത് ദൂരത്തിൻ്റെ സ്റ്റാറ്റസാണ്, ഇത് തെറ്റിൻ്റെ സ്റ്റാറ്റസാണ്. അടുത്തത് എന്താണ്? ഫോട്ടോഷൂട്ടുകളുടെയും ക്യാമറകളുടെയും ഒരു ദൂർത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും കുറ്റപ്പെടുത്തില്ല, ഇതൊക്കെ നടത്തിക്കും, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ലേ കല്യാണം. അതുകൊണ്ട് നല്ല ഓർമ്മകൾക്ക് വേണ്ടി ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തണം. പക്ഷേ എത്ര വരെ വേണം? ഇപ്പോൾ കല്യാണത്തിന് ദിവസം പരിശുദ്ധാത്മാവ് ഒന്ന് പറന്നിറങ്ങിയില്ലെങ്കിൽ പോലും പള്ളിമുറ്റത്ത് ഒരു ഡ്രോൺ പറന്നില്ലെങ്കിൽ കല്യാണമാവത്തില്ല. ഡ്രോൺ മസ്റ്റാണ് ബിഗിലെ എന്ന് പറയുന്ന പോലാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ചോദ്യം, ഇത്രയൊക്കെ വേണോ? വീണ്ടും എന്താണ്? അടുത്തൊരു രസകരമായ ദൂർത്തുണ്ട്. അത് ഇപ്പം ശരിക്കും ഫ്ലറിഷ് ചെയ്യുന്നതാണ്. ആ ദൂർത്താണ് പുരോഹിതന്മാരെ വെച്ചുള്ള ദൂർത്ത്. അതായത് കല്യാണത്തിന് ഒരു 5-6 അച്ഛന്മാരൊക്കെ അല്ലെങ്കിൽ ഒരു കളറില്ല, കുറേ പേരങ്ങ് നിരന്ന് നിൽക്കണം. ഇങ്ങനെ നമ്മൾ പെരുന്നാളിലൊക്കെ ഉത്സവങ്ങൾക്ക് ആനയും നടത്തിയിരുന്ന കുറേ പേര് ഉടുപ്പൊക്കെ നിരന്ന് നിൽക്കണം. ഞാനിത് കുറ്റപ്പെടുത്തലല്ല കേട്ടോ. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ നല്ല അടുത്ത ബന്ധത്തിലുള്ള അച്ഛന്മാരോ സുഹൃത്തുക്കളെ ഉറപ്പായിട്ട് വിളിക്കണം, അവർ വരികയും ചെയ്യും. അതൊക്കെ നമുക്ക് കൂടുതൽ പ്രാർത്ഥനാന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അല്ലാതെ കളറാക്കാൻ വേണ്ടി തന്നെ വിളിക്കുന്നവരുണ്ട്. ഞാൻ അടുത്ത കാലത്ത് പങ്കെടുത്തൊരു കല്യാണമുണ്ട്. എൻ്റെ തന്നെ ഏറ്റവും അടുത്തൊരു ബന്ധുവിൻ്റെ കല്യാണം കൂടിയായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിൽ ഞാനാണ് ഏറ്റവും അടുത്ത ബന്ധു എന്നുകൊണ്ട് പറയാം. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് നീണ്ട നിരയുണ്ട്. ഒരു 10ാമത്തെ അച്ഛനൊക്കെ ആയിട്ടാണ് ഞാൻ റീച്ച് ചെയ്യുന്നത്. ഉള്ളത് ഏറ്റവും ചെറുപ്പവും ഞാനാണ്. അവിടെ കുർബാനയെല്ലാം നിൽക്കുന്നത് ആ നാട്ടിൽ തന്നെ ഏറ്റവും പേരെടുത്ത പാട്ടുകാരനായ അച്ഛൻ. ഈ കുടുംബമായിട്ട് യാതൊരു ബന്ധം പോലും ഇല്ല. പ്രസംഗം പറയുന്ന വളരെ പ്രശസ്തനായ ഒരു പ്രാസംഗികനായ അച്ഛൻ. അങ്ങനെ പലരും പല ആൾക്കാരുണ്ട്. പലർക്കും വേണ്ടി വീതം വെച്ചിട്ട് അവസാനം ബന്ധുവായ ഞാൻ സൈഡിൽ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കൈയും കുപ്പി നന്നായിട്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ അപകടമല്ലേ? നമ്മൾ എന്തിലേക്കും ദൂർത്ത് കൊണ്ടുവരുമല്ലേ? ഉറപ്പായിട്ട് നിങ്ങൾ പുരോഹിതന്മാരെയൊക്കെ വിളിക്കണം, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ. പക്ഷേ അതിലും അഹങ്കാരത്തിനും തൻപൊലിമ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് ഉറപ്പായിട്ടും തെറ്റാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് എണ്ണം കൂട്ടുന്നതിന് ദൂർത്താണ്. ഈ അടുത്ത വീട്ടിൽ 500 പേരെ വിളിച്ചെങ്കിൽ നമ്മൾ 1000 പേരെങ്കിലും വിളിക്കണം. പ്രിയപ്പെട്ടവർ, ഇത്രയും പേരെ വിളിച്ച് ഈ കല്യാണം നടത്തിയും ആഘോഷം നടത്തിയും കടത്തിലായി പോയ എന്തോരം കുടുംബങ്ങളുണ്ട്.
പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒരു സാധാരണക്കാരന് കല്യാണം എന്ന് ചിന്തിക്കുന്നതിന് പേടിച്ചു പോകും. കാരണം എല്ലാവരോടും കോമ്പീറ്റ് ചെയ്ത് നിൽക്കണ്ടേ, ഈ ആഘോഷങ്ങളിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റണ്ടേ, ഈ ദൂരത്തോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റണ്ടേ. ഇത്രയും വേണോ എന്ന് വീണ്ടും 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 ചോദിച്ചിട്ട് ഓരോ ആഘോഷത്തിലേക്കും നിങ്ങൾ ചുവടെടുത്ത് വെക്കാവൂ. പക്ഷേ അടുത്തൊരു മേഖലയുണ്ട്, പൂച്ചക്കാർ മണി കെട്ടും. അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പൂച്ചക്കാർ മണി കെട്ടൂടെ? കാരണം നമ്മൾ പള്ളി, പട്ടക്കാരൻ ഇവരൊക്കെയാണല്ലോ ഇതുപോലത്തെ കാര്യങ്ങൾ നിയന്ത്രണം. പക്ഷേ പള്ളിപ്പെരുന്നാളുകളൊക്കെ ആഘോഷങ്ങൾക്ക് മേൽ ആഘോഷങ്ങൾ, ഓരോ വർഷവും അതിനേക്കാൾ അപ്പുറത്തേക്ക് വെടിക്കെട്ടുകളും തോരണങ്ങളൊക്കെ ആയിട്ട് പോവുകയല്ലേ. ഞാൻ വെച്ച് കോവിഡ് കാലത്തെങ്കിലും ഈ കാലഘട്ടത്തിൽ ഇതിനൊക്കെ കുറവ് വരുമെന്ന് വിചാരിച്ചു ഇതുപോലത്തെ ആഘോഷങ്ങൾക്ക്. പക്ഷേ എവിടെ കുറവ് വരാൻ. ഈ കോവിഡ് കാലത്ത് ആഘോഷം നടത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് മാത്രം ആദ്യ കുർബാനയും മാമോദീസയും കല്യാണവും ഒക്കെ മാറ്റി അടുത്ത വർഷത്തേക്ക് ഇത് കഴിഞ്ഞൊരു സമയം വരുമെന്ന് പ്രതീക്ഷിച്ച് വെക്കുന്ന എന്തോരം കുടുംബങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. പ്രിയപ്പെട്ടവരെ, വലിയ പാതകമാണോട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാനയും മാമോദീസയൊക്കെ നല്ലൊരു ആഘോഷത്തിന് സമയത്തിന് വേണ്ടി പിന്നത്തേക്ക് മാറ്റിവെക്കുന്നതൊക്കെ മഹാപാതകമാണ് ആ കുഞ്ഞിനോട് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണം കഴിഞ്ഞു. ആ സുഹൃത്ത് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് പറയാണ്, അച്ഛാ ഭാഗ്യം, ഞാൻ സിമ്പിളായിട്ട് നടത്തണമെന്ന് കുറേ നാളായിട്ട് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചതാണ്. എന്തായാലും സിമ്പിളാക്കാൻ പറ്റും. കാരണം 10-20 പേരൊക്കെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഏറ്റവും നല്ല കാര്യം, ഈ പരിചിതമല്ലാത്ത ഒരു മുഖം പോലും പള്ളിയിലില്ലായിരുന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോയി 500-1000 പേരൊക്കെ ഉണ്ട്, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്ത് പോലില്ല. ഈ കല്യാണ പെണ്ണും ചെറുക്കണമെന്നെല്ലാം കൈ കൊടുത്ത് ഫോട്ടോയ്ക്ക് കഴിയുമ്പോൾ ചിരിച്ച് കാണിക്കണമല്ലോ, അല്ലെങ്കിൽ ക്യാമറ വരുമ്പോൾ മോശമാണല്ലോ, അതുകൊണ്ട് ചിരിച്ച് കാണിക്കും. അറിയത്ത് പോലുമില്ല ആരാണ് വന്നു പോകുന്നതെന്ന് പോലും. പ്രിയപ്പെട്ടവരെ, ഇത്രയും പേരൊക്കെ വിളിക്കണോ, ഇത്ര ആഘോഷമൊക്കെ കൂട്ടണോ എന്ന് വീണ്ടും 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 നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രാൻസിസ് പാപ്പാപ്പ പറയുന്ന ഒരു കൃത്യമായ ഉത്തരവുണ്ട്. ലക്ഷറി ഇസ് എ സിൻ. ലക്ഷറി ഈസ് എ സിൻ. ദൂർത്ത് ഒരു പാപമാണ്. എന്നിട്ട് പാപ്പ പറയാണ്, ബി എ ജോയ്ഫുൾ കോൺട്രഡിക്ഷൻ ഇൻ ദിസ് വേൾഡ്. നിങ്ങൾ വേണം മാറ്റമാവാനായിട്ട്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത് വളരെ വിപ്ലവകരമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് അടി കിട്ടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ മോശമാണെന്ന് പറയും, നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയും, പഴകിയരാണെന്ന് പറയും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ബി എ ജോയ്ഫുൾ കോൺട്രഡിക്ഷൻ, ബിക്കോസ് ലക്ഷറി ഇസ് എ സിൻ. നിങ്ങളുടെ ചുറ്റുപാടും ഇതൊന്നും പറ്റാത്ത അനേകർ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ മുഴുവൻ കാട്ടിക്കൂട്ടുമ്പോൾ അത് പാപം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ഓവർകം ചെയ്യാം? ഒന്നാമത്തെ കാര്യം, സ്പിരിച്വൽ ഇവൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ നമ്മളങ്ങ് തീരുമാനിക്കണം. നമ്മുടെ പ്രധാനപ്പെട്ട ആഘോഷം ദേവാലയത്തിൽ ചുറ്റുപാടുമുള്ള കൂദാശകളോട് ചേർന്നതായിരിക്കണം. നമ്മുടെ മക്കളെയൊക്കെ കുഞ്ഞുനാൾ മുതൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് ഏറ്റവും ചെറിയ കാര്യം, അവർ മാമോദീസ മുതൽ അവരുടെ ഓരോ വർഷത്തെ ബർത്ത്ഡേ സെലിബ്രേഷനും എല്ലാം ഇതൊരു സ്പിരിച്വൽ ഇവൻ്റാണ്. ഇത് ഒത്തിരി മെറ്റീരിയലായിട്ടുള്ള കാര്യമല്ല. ആഘോഷങ്ങളെക്കാളും പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് നന്ദി പറയാനുള്ള ദിവസമാണ്, ദൈവകൃപ ചോദിച്ചു വാങ്ങാനുള്ള ദിവസമാണ്. നമ്മൾ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ചെറുപ്പത്തിൽ മുതലേ. അപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യത്തില്ല വലുതായി വരുമ്പോഴത്തേക്ക്. രണ്ടാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവരെ പോലെ ആകേണ്ടവരല്ല. അവരെന്ത് കാണിച്ചു, എന്ത് എക്സിബിറ്റ് ചെയ്തു, അത് നമ്മൾ അതുപോലെ ചെയ്യേണ്ടവരല്ല. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ചെയ്താൽ മതി. മറ്റുള്ളവരല്ല നമ്മുടെ ജീവിതത്തിൽ സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നതെന്ന് നമ്മൾ തീരുമാനിക്കുകയും നമ്മുടെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം, പ്രത്യേകിച്ച് ദൂരത്തിൻ്റെ മേഖലയിൽ. മൂന്നാമതൊരു കാര്യം എനിക്ക് പറയാൻ തോന്നിയത്, നമ്മുടെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് വിവാഹമോ അല്ലെങ്കിൽ വീട്ടിലൊരു തിരുപ്പട്ടമോ അല്ലെങ്കിൽ ഒരു ആദ്യ കുർബാനയൊക്കെ വരുമ്പോൾ, ആ വർഷം പെട്ടെന്ന് സംഭവിക്കുന്നല്ലോ, നമ്മൾ 3-4 മാസം മുമ്പൊക്കെ അറിയാമല്ലോ, ആ വർഷം മുഴുവൻ പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറ്റണം. നന്നായിട്ട് ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്. ഒരു വർഷം മുഴുവൻ പ്രാർത്ഥിച്ചൊരുങ്ങിയൊക്കെ ആ ഒരു ഇവൻറ്റിലേക്ക് കടക്കുന്നവരുണ്ട്. കുടുംബം ഒന്നിച്ച് ഒരു കുമ്പസാരത്തിന് പോകുന്നത്, കുടുംബം ഒന്നിച്ച് ധ്യാനം കൂടുന്നവരുണ്ട്, കുടുംബം ഒന്നിച്ച് പോയി പ്രാർത്ഥിച്ച് പല പ്രാവശ്യം ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് പോകുന്നവരുണ്ട്, കുടുംബം ഒന്നിച്ച് ബൈബിൾ മുഴുവൻ വായിച്ച് തീർത്തിട്ട് വിവാഹത്തിൽ പ്രവേശിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്നറിയാമോ, നമുക്ക് പല കാര്യങ്ങളും നോ പറയാൻ പറ്റും. ബാക്കി ആഘോഷങ്ങളും ആർപ്പാടങ്ങളും സാത്താന പ്രലോഭനങ്ങളും നമ്മൾ തൊടത്തില്ല. ഇങ്ങനെയുള്ള ചെറിയ സ്പിരിച്വലായിട്ട് നമ്മുടെ ചുറ്റും ഒരു ഓറ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നമ്മളൊരു ഫെൻസിങ് ക്രിയേറ്റ് ചെയ്ത് തരുമ്പോഴത്തേക്ക് സാത്താൻ ഈസി ആയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാനോ ടെംപ്റ്റ് ചെയ്യാനോ പറ്റത്തില്ല. ഇങ്ങനെ ചില പ്രാക്ടീസുകൾ ചെയ്യാമെങ്കിൽ, പ്രിയപ്പെട്ടവർ, നമ്മൾ കുടുംബം ഒന്നിച്ച് കല്യാണം വരുമ്പോഴത്തേക്ക് സാധനം എടുക്കാൻ വേണ്ടി പുറത്ത് പോകാറില്ലേ, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുറത്ത് പോകാറില്ലേ, എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് കുമ്പസാരിക്കാൻ വേണ്ടി പോയിക്കൂടാ? മേക്ക് ഷുവർ ഓൾ ഓഫ് യു കൺഫസ്. എല്ലാവരും കുടുംബത്തിൽ കൺഫസ് ചെയ്തിട്ടാണ് ഒരു വിശുദ്ധ കൂദാശയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ സാത്താൻ കയറി കളിക്കാൻ എന്തെങ്കിലും സ്പേസ് ഉണ്ടോ? അവസാനമായിട്ട് 2 ഓർമ്മപ്പെടുത്തലാണ്. ഒന്നാമത്തെ ഓർമ്മപ്പെടുത്തൽ ഇതാണ്: ദൂർത്ത് എവിടെയുണ്ടോ അവിടെയൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ബൈബിളിലെ ഏറ്റവും പ്രശസ്തമായ ഉപമ ദൂർത്തപുത്രൻ്റെ ഉപമ. എന്താ അവൻ ചെയ്തത്? അവൻ ദൂർത്തടിക്കാൻ വേണ്ടി പോയത് അങ്ങനെ. ദൂർത്തടിക്കാൻ വേണ്ടി പോയപ്പോഴേ അവൻ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. നിങ്ങൾ എവിടെയൊക്കെ ആർഭാടം കൂട്ടി ദൂർത്തടിക്കാൻ പോകുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അത് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ദൂർത്തുകൾ കാട്ടിക്കൂട്ടുമ്പോൾ, ആർഭാടങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ, മറുവശത്ത് ഇതൊന്നും ചെയ്യാൻ പോലും പറ്റാതെ എൻ്റെ ദൂർത്ത് കൊണ്ട് മാനസിക വേദന അനുഭവിക്കുന്ന ആ ഒരു വിവാഹത്തിലേക്ക് ഏതെങ്കിലും കൂദാശയിലേക്ക് പ്രവേശിക്കാൻ പോലും പറ്റാതെ സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്നൊരു കുടുംബം ഉണ്ടെങ്കിൽ അതിന് നീ ഉത്തരവാദിയാണ്. നീ ദൂർത്ത് കാണിക്കുമ്പോൾ വേറൊരാൾ അപ്പുറം നിൻ്റെ ദൂർത്തിനാൽ സഹിക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഭൂമി,
ഭൂമിയിലെ റിസോഴ്സ്, പണം, അത് എല്ലാവർക്കും ഉള്ളതാണ്. ബിക്കോസ് വി ഓൾ ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കൃപ വേണം ഇതിനോട് നോ പറയാൻ, ഈ ഒരു കൾച്ചറിനോട് നോ പറയാൻ വലിയ കൃപ വേണം, ധൈര്യം വേണം. അത് സ്വർഗത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങണം. നമുക്കൊന്ന് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വർഷം നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ, എന്തെങ്കിലും ഇവൻറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കൂടുതലായിട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, വിവാഹം, ആദ്യ കുർബാന, തിരുപ്പട്ടം, അങ്ങനെ എന്തൊക്കെ ആഘോഷങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ വരുന്നുണ്ട്. ഞങ്ങൾക്ക് വലിയ കൃപ തരണമേ. അതൊക്കെ നിന്നോടൊപ്പം ആഘോഷിക്കാൻ, നിൻ്റെ ദേവാലയത്തോട്, പരിശുദ്ധ അൾത്താരയോട് ചേർന്ന് നിന്ന് ഏറ്റവും സിംപ്ലിസിറ്റി, ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ആഘോഷിക്കാൻ ഞങ്ങൾ കൃപ തരണമേ. മറ്റുള്ളവരെ കാണിക്കാനോ മറ്റുള്ളവരെ കമൻറ്റ് കേൾക്കാനോ അതിൽ സന്തോഷിക്കാനോ നിൽക്കാതെ നിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. ഒരു വളരെ സിംപ്ലിസിറ്റിയുള്ള ജീവിതം നയിക്കാൻ ഞങ്ങളുടെ മക്കൾ കാണിച്ചു കൊടുക്കാൻ മാതാപിതാക്കളായി ഞങ്ങൾ കൃപ തരണമേ. എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾ ദൂർത്തടിച്ച് ആർഭാടം കാണിച്ച് മറ്റുള്ളവർക്ക് ഉതപ്പായി പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ മാപ്പി ചോദിക്കുന്നു, ശരിക്കും അത് മാപ്പി ചോദിക്കുന്നു. കൂടുതൽ നിർമ്മലതയോടെ, നിഷ്കളങ്കതയോടെ, സാധാരണമായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആഘോഷങ്ങളെല്ലാം നിനക്ക് നന്ദി പറയാനും നിന്നെ മഹത്വപ്പെടുത്താനും നിന്റെ കൃപ സ്വീകരിക്കാനുള്ള വലിയ ഇവൻറ്റുകളാക്കി മാറ്റിത്തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. താങ്ക് യു താങ്ക് യു അച്ഛാ. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് ഇനി കാത്തിരിക്കാം. Until then, goodbye. Thank you so much. Thank you all. Thank you for being with us.